നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വ്യാജ പാസ്പോർട്ടിൽ സൗദി അറേബ്യയിൽ നിന്നും തലസ്ഥാനത്തെത്തിയ യുവാവിന് തടവും പിഴയും ശിക്ഷ വിധിച്ചു കോടതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തമിഴ്നാട് കന്യാകുമാരി വിളവൻകോട് താലൂക്കിൽ നല്ലൂർ വില്ലേജിൽ ലാൽ എന്ന ജയലാലിനെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 48 ദിവസത്തെ തടവ് ശിക്ഷയും അനുഭവിക്കുകയും 15,000 രൂപ പിഴയും കൊടുക്കണം. പിഴയെടുക്കാത്ത പക്ഷം 45 ദിവസത്തെ അധിക തടവ് അനുഭവിക്കാനും CJM-R രേഖ ഉത്തരവിടുകയുണ്ടായി. 2010 ഡിസംബർ 22-നാണ് സംഭവം നടന്നത്. കൊൽക്കത്ത പാസ്പോർട്ട് ഓഫീസിൽ നിന്നും മഹതാബ് സിംഗ് എന്നയാൾക്ക് നൽകിയ അസൽ പാസ്പോർട്ടിൽ ഫോട്ടോ മാറ്റി പകരം ജയലാലിന്റെ ഫോട്ടോ പതിച്ച് പാസ്പോർട്ട് തിരുത്തി യാത്രാരേഖകളുമായി എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്പർ A1922 വിമാനത്തിൽ യാത്ര ചെയ്ത തലസ്ഥാനത്തെ ചാക്ക ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങി. സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ക്ലിയറൻസിനായി വ്യാജ പാസ്പോർട്ട് നിജമാണെന്ന വ്യാജേനെ ഹാജരാക്കിയപ്പോഴാണ് പിടിയിലായത്. 2010 ഡിസംബർ 23-ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. 2011 ജനുവരി 5-നാണ് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. വലിയതുറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2014-ൽ കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും പ്രതി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയി. തുടർന്ന് കോടതി അറസ്റ്റ് വാറന്റും ജപ്തി വാറന്റും പുറപ്പെടുവിച്ച് പ്രതിയെ 2020-ൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. ഒടുവിൽ 2022 ജനുവരി 1-ന് പ്രതി കോടതിയിൽ കീഴടങ്ങി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 465, 468, 471, ഇന്ത്യൻ പാസ്പോർട്ട് നിയമത്തിലെ 12 ക്ലോസ് 1, ക്ലോസ് B, ക്ലോസ് D എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഗൗരവമേറിയ കൃത്യം ചെയ്ത പ്രതിക്ക് നല്ല നടപ്പ് നിയമത്തിന്റെ ഔദാര്യത്തിന് അർഹതയില്ലെന്ന് വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.